2020 ലോകകപ്പ് ഫൈനൽ പോരിനായി ഇന്ത്യൻ ടീമിനെ അവസാനവട്ട പരിശീലനം അഹമ്മദാബാദിൽ പുരോഗമിക്കുകയാണ്. നാളെ വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടം. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നും രുചീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെയാണ് ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടം. എന്തായാലും ഇന്ന് അവസാന പരിശീലന സെഷനായി ഇന്ത്യൻ ടീം സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിശീലനം പുരോഗമിക്കുകയാണ്. വലിയ തിരക്കാണ് ഈ സമയം തന്നെ നമുക്ക് മുന്നിലുള്ളത്. താരങ്ങളെ കാണാനായി നിരവധി ആരാധകരാണ്. ഇപ്പോൾ തന്നെ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന് മുന്നിലായി എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് ആളുകളെല്ലാം. കേരളത്തിൽ നിന്നും നിരവധി ആളുകളാണ് നാളത്തെ മത്സരത്തിനായി നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഒരു മലയാളി സംഘം തന്നെ ചേരുന്നുണ്ട്. ഫഹദും കൂട്ടുകാരും, മലപ്പുറത്ത് നിന്നെത്തിയ ഫഹദും കൂട്ടുകാരും ചേരുകയാണ്. വലിയ ആവേശത്തിലാണ് ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനലിനെ കാണുന്നത്. നമ്മള് ഇപ്പോൾ 2 ദിവസമായി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ അഹമ്മദാബാദിൽ 2 ദിവസമായി. ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് ട്രെയിൻ കയറേണ്ടതായിരുന്നു. എന്തായാലും ഇവിടെ ഒരു ഫൈനൽ നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും, പ്രത്യേകിച്ച് നമ്മളെ സഞ്ജു കഴിഞ്ഞ 2 കളിയിലും 50 അടിച്ച് നിൽക്കണ ഒരു മികവിൽ ഫൈനൽ കാണാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ നമ്മളിവിടെ വന്ന് നിൽക്കാൻ. ടിക്കറ്റിനായുള്ള ശ്രമത്തിലാണ്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ 2 ദിവസം മുന്നെയാണ് എത്തിയത്. ഇപ്പോൾ ഏകദേശം മൊത്തം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ മാക്സിമം അത് കണ്ട് നാട്ടിലോട്ട് മടങ്ങാന്നുള്ള. തീർച്ചയായും മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സഞ്ജു സാംസന്റെ ഒരു ഉജ്ജ്വല ഫോമാണ് എല്ലാവർക്കും വല്ലാത്തൊരു ആവേശം തരുന്നത്. സഞ്ജുവിന്റെ കളി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. സഞ്ജു ഇപ്പൊ 2 കളി 50 അടിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോ അഥവാ സെഞ്ചുറി അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് കാണാനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇന്ത്യക്ക് ഒരു കിരീടം കിട്ടട്ടെ. ഇന്ത്യക്ക് കിരീടം കിട്ടട്ടെ. മെയിൻലി അത് തന്നെയാണ് നമുക്ക് ഇന്ത്യക്ക് കിരീടം കിട്ടട്ടെ. സഞ്ജു തന്നെയാണ് വികാരം. പക്ഷെ കഴിഞ്ഞ കളിയിൽ 2 കളിയിലും സഞ്ജു അടിച്ചപ്പോൾ സ്റ്റോറിയും സ്റ്റാറ്റസും മൊത്തം സഞ്ജുവാ. അപ്പൊ ഇതിലും കൂടി ഒന്ന് കാണാൻ പറ്റിയാൽ അത്രയും പൊലിവിലാണ്. നമ്മളെ നാട്ടിൽ പൊലിവിലാ പറയാ, പൊലിവിലാണ്. അത്രയും പൊലിവിൽ വലിയ ആവേശത്തിലാണ്. എന്തായാലും ഇന്ത്യ കിരീടം നിലനിർത്തുമോ എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. വലിയ ആവേശത്തിൽ മലയാളി ആരാധകരും എത്തുന്നു. നിരവധി ആളുകളാണ് ഈ സമയം തന്നെ എത്തിയിരിക്കുന്നത്. കാരണം ഇനി നാളെ വരെ സമയമുണ്ടെങ്കിൽ കൂടി ഈ മത്സരത്തിനായി എത്താൻ തലേന്ന് തന്നെ എത്തുക, ആ പരിശീലനം നടത്തുന്ന താരങ്ങളെ കാണുക. വലിയ ആവേശത്തിൽ തന്നെ ആളുകൾ എത്തുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ പരിശീലനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആരാധകർക്ക് നിലവിൽ പ്രവേശനമില്ല. പരിശീലനം ഇപ്പോഴും തുടരുന്നു. 4 മണിക്കൂർ നേരം, ഇനി 5 മണിക്ക് തുടങ്ങിയ പരിശീലനമാണ്. രാത്രി 9 മണിവരെ ഇന്ത്യൻ ടീമിന്റെ പരിശീലനം തുടരും. എന്നാലും വലിയ ആവേശത്തിൽ തന്നെ ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്ത്യ കിരീടം സ്വന്തം മണ്ണിൽ നിലനിർത്തുന്നത് കാണാൻ. അക്ഷയ് വീസിനൊപ്പം രുചീഷ് വി രവീന്ദ്രൻ, ന്യൂസ് മലയാളം.